ഹായ് ഫ്രണ്ട്സ്, ഗീതൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്രൂട്ട് സാലഡാണ്. മൊത്തത്തിലൊരു ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് എല്ലാവരും ബോറടിച്ചൊക്കെ ഇരിക്കണമായിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഫ്രൂട്ട് സാലഡ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നോട്ടിഫിക്കേഷനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എൻ്റെ അടുക്കളയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പാലാണ്. ആദ്യം 1 ലിറ്റർ പാലിൽ നിന്ന് 1 കപ്പ് മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഒരു കപ്പിലിട്ട് നമ്മൾ മാറ്റി വെച്ച പാലൊഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എനിക്ക് ഇച്ചിരി ക്രീമി ടെക്സ്ചറാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ 4 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി മതിയെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതി. പിന്നെ വാനില ഫ്ലേവർ കസ്റ്റർഡ് പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. പുറത്തേക്ക് ഒഴുകി പോകാതെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. ഇനി ഇതിലേക്ക് കസ്റ്റർഡ് മിക്സ് ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇത് കുറച്ച് നേരം കൈയെടുക്കാതെ ഒന്ന് കുറുകി വരുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുക. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നിങ്ങളുടെ പാകത്തിന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് പാകത്തിന് കുറുകിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കാം. കുറഞ്ഞത് ഒരു 4-5 മണിക്കൂറെങ്കിലും തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ജെല്ലി ഉണ്ടാക്കിയെടുക്കാം. അതിനായി ജെല്ലി പൗഡർ ഒരു ബൗളിലേക്ക് ഇടുക. അതിലേക്ക് 1.25 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അതേ അളവിൽ തന്നെ സാധാരണ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വേഗത്തിൽ സെറ്റായി കിട്ടുവാനായി നമുക്ക് ഇതൊരു ട്രേയിൽ ഒഴിച്ച് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ ജെല്ലി എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം, ഇല്ലെങ്കിൽ ആ ഒരു ടെക്സ്ചർ മാറിപ്പോവും. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഇതിനിടയ്ക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ആപ്പിൾ, മാങ്ങ, പച്ചയും കറുപ്പും മുന്തിരി, മാതള നാരങ്ങ, ഏത്തപ്പഴം ഒക്കെയാണ്. പൈനാപ്പിൾ ഞാനിവിടെ ചെറുതായി അരിഞ്ഞ് പഞ്ചസാരയിൽ ഒന്ന് വിളയിച്ചെടുത്തിട്ടുണ്ട്. കട്ട് ഫ്രൂട്ട്സ് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം തണുപ്പിച്ചെടുക്കുന്നത് നന്നായിരിക്കും. ഇനി ഒരു മിക്സിംഗ് ബൗളിൽ ആവശ്യത്തിന് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന കസ്റ്റർഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രഷ് ക്രീം ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രൂട്ട് സാലഡിന് ഒരു റിച്ച് ടേസ്റ്റ് കിട്ടും. മധുരം കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കസ്റ്റർഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്രൂട്ട് സാലഡ് സെറ്റ് ചെയ്യാം. ബൗളിലേക്ക് കട്ട് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ കസ്റ്റർഡ് ക്രീം ഒഴിക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ജെല്ലി റെഡി ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓറഞ്ചും റാസ്ബെറിയും ഫ്ലേവർ ജെല്ലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇച്ചിരി ക്രീമി ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡാണ്. കുറച്ച് ജെല്ലി ടോപ്പിംഗായി ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് ചെറിയോ ഗ്രേപ്സോ ഒക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഫ്രഷ് ക്രീം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അല്ലാതെ തന്നെയും ഫ്രൂട്ട് സാലഡ് വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വിഭവമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.